ഇനി ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങളിൽ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്ത് വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ സക്സസ് പീപ്പിളായി മാറും. എന്നാൽ ഈ പറയുന്ന 3 കാര്യങ്ങളിൽ 2 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്താൽ നിങ്ങൾ സൂപ്പർ സക്സസ് ആകും. ഇനി നിങ്ങൾ 3 കാര്യങ്ങളും ചെയ്താൽ നിങ്ങളാകും ചരിത്രം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തും. ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, ശത്രുവിനെ മിത്രമാക്കുക. ലോകത്ത് വിജയിച്ചവരെല്ലാം ശത്രുവിനെ മിത്രമാക്കി അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ വിജയിച്ചവരാണ്. ഒരു കൂട്ടുകാരനെ മിത്രമാക്കാൻ, ഒരു കൂട്ടുകാരനെ സ്നേഹിക്കുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഒരു ശത്രുവിനെ സ്നേഹിച്ച് അവനെയും മിത്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ആർജവം നാം നേടിയാൽ നമ്മുടെ മനസ്സ് വികസിക്കും, നമ്മുടെ ബുദ്ധി വികസിക്കും, നമ്മളിൽ ഒരു ടീം ബിൽഡർ ഉണ്ടാകും. ആ ടീം ബിൽഡറിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ ശത്രുക്കൾ പോലും നമ്മുടെ വിജയത്തിനായി പ്രയത്നിക്കും. അതാണ് ശത്രുവിനെ സ്നേഹിച്ച് മിത്രമാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നാം ആരുമായി സഹകരിക്കുന്നു എന്നതാണ് പ്രശ്നം. നാം നിരന്തരം സഹകരിക്കുന്ന 5 പേരിൽ ഒരാളായിരിക്കും നാം. നാം നിരന്തരം ആരുമായി സഹകരിക്കുന്നു, ആ 5 പേരിൽ ആവറേജ് ആയിരിക്കും നാം. ഈ 5 പേരുടെ ആവറേജാണ് നാം എന്നാണ് പറയുന്നത്. അപ്പോൾ നാം സാധാരണക്കാരുമായിട്ടാണ് നിരന്തരം നമ്മൾ സമ്പർക്കം പുലർത്തുന്നതെങ്കിൽ നാം സാധാരണക്കാരാകും. എന്നാൽ അസാധാരണ വ്യക്തിപ്രഭാവമുള്ളവരുമായിട്ടാണ് നാം നിരന്തരം സമ്പർക്കം പുലർത്തുന്നതെങ്കിൽ നാം അസാധാരണ വ്യക്തിപ്രഭാവമുള്ളവരായി മാറും. അപ്പോൾ ആരും ആയിട്ട് നാം സമ്പർക്കം പുലർത്തുന്നു എന്നത് നമ്മുടെ വിജയത്തിന് ആധാരമാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സാധാരണക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തണ്ടേ എന്ന് ചോദിക്കാം. പുലർത്തണം. എന്നാൽ ഏത് ഫീൽഡിലാണ് നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന ഫീൽഡിലുള്ള ആൾക്കാരുമായി, അതിലെ മികച്ച ആൾക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചർച്ച നടത്തുകയും അവരുടെ സഹായവും ആശയങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇനി അടുത്തത്, മൂന്നാമത്തെ കാര്യം, സാധാരണക്കാർ എന്താണ് ചെയ്യുന്നത്? സാധാരണക്കാർ സാധാരണ കാര്യങ്ങൾ സാധാരണമായി ചെയ്യുന്നു. അവർ സാധാരണക്കാരാണ്, അവർ സാധാരണക്കാരായി ജീവിക്കും. എന്നാൽ അസാധാരണമായ കാര്യങ്ങൾ അസാധാരണമായ രീതിയിൽ ചെയ്താൽ അവർ സൂപ്പർ സക്സസ് ആവും. എന്നാൽ ചിലരുണ്ട്, സാധാരണ കാര്യങ്ങൾ അസാധാരണമായ രീതിയിൽ ചെയ്യും. അവർ കലാകാരന്മാരാകും, ബുദ്ധിയുള്ളവരാകും, പ്രയത്നശാലികളാകും. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് വേണം ചെയ്യേണ്ടത്? അത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാണും. അപ്പോൾ സാധാരണമായ കാര്യങ്ങൾ ഒന്നുകിൽ അസാധാരണമായ രീതിയിൽ പുതിയ കാഴ്ചപ്പാടോടുകൂടി ചെയ്യുക, ഇല്ലെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ അസാധാരണമായി തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിജയിക്കും.